നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് നിർത്തിവെച്ചിരുന്ന പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞത് തുടരുമെന്ന് ഹൈക്കോടതി. കൊടകര പഞ്ചായത്തിലെ ചിറക്കടയിൽ അംഗനവാടിക്കരികെ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ മരം. പൊതുപ്രവർത്തകർക്ക് നേരെ ക്രൂരമർദ്ദനം നടത്തുന്ന പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമ്പല്ലൂരിലും പറപ്പൂക്കരയിലും കോൺഗ്രസിന്റെ പ്രതിഷേധ ജ്വാല. ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MV മണികണ്ഠൻ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിൽ ഈ മാസം 21 മുതൽ 29 വരെ ദേവി ഭാഗവത നവാഹ യജ്ഞം നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചതായി TN പ്രതാപൻ. വിശദമായ വാർത്തകളിലേക്ക്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് നിർത്തിവെച്ചിരുന്ന പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞത് തുടരുമെന്ന് ഹൈക്കോടതി. കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കാമെന്നും ശേഷം വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയോ ടോൾ പിരിവിന്റെ കാര്യത്തിൽ ഉത്തരവിടാമെന്നും ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ V. മേനോൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗതാഗത കുരുക്കുണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് 6 മുതൽ പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ചില ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചെങ്കിലും കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതിയോട് ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. കോടതി ചൂണ്ടിക്കാട്ടിയ ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ തൃപ്തികരമായ രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സമിതി വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയാണ് ഡിവിഷൻ ബെഞ്ച് ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റിയത്. അംഗനവാടിക്ക് സമീപം നിൽക്കുന്ന കൂറ്റൻ മരം അപകട ഭീഷണി ഉയർത്തുന്നു. മരം മുറിച്ചു നീക്കി കുരുന്നുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന രക്ഷിതാക്കളുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യത്തിന് നേരെ അധികൃതർ മുഖം തിരിക്കുകയാണെന്ന് ആക്ഷേപം ഉയരുന്നു. കൊടകര പഞ്ചായത്തിലെ പേരാമ്പ്ര കനകമല റോഡിൽ ചിറക്കടയിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന കൂറ്റൻ തണൽ മരം ഉള്ളത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ഇവിടെ പ്രവർത്തിക്കുന്ന 15 നമ്പർ അംഗൻവാടി കെട്ടിടത്തിന് 10 അടിയോളം മാത്രം അകലെയാണ് വർഷങ്ങളുടെ വളർച്ചയുള്ള വലിയ വാഗമരം തല ഉയർത്തി നിൽക്കുന്നത്. ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അംഗൻവാടിയിലെ ജീവനക്കാരുടെയും രക്ഷിതാക്കളുടെയും ഉള്ളിൽ ആധിയാണ്. കാറ്റിൽ മരം കടപുഴകുകയോ വലിയ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുകയോ ചെയ്താൽ വലിയ ദുരന്തമാണ് സംഭവിക്കുക. മരം മുറിച്ചു നീക്കുകയോ ശിഖരങ്ങൾ വെട്ടി നീക്കുകയോ ചെയ്യണമെന്ന് വർഷങ്ങളായി രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. പേരാമ്പ്രയിൽ നിന്ന് കനകമല തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള വിശ്വാസികളും വട്ടേക്കാട് കനകമല പ്രദേശങ്ങളിലേക്കുള്ളവരും സഞ്ചരിക്കുന്ന റോഡിന്റെ ഓരത്തുള്ള ഈ വലിയ മരം യാത്രക്കാരുടെ ജീവനും ഭീഷണിയാണ്. 11 kV ലൈനിന്റേതടക്കമുള്ള വൈദ്യുതി കമ്പികളും ഈ മരത്തിന് ചുവട്ടിലൂടെയാണ് വലിച്ചിട്ടുള്ളത്. സമീപത്തുള്ള വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരം ഭീഷണിയായി മാറിയിട്ടുണ്ട്. ദുരന്തത്തിന് കാത്തു നിൽക്കാതെ എത്രയും വേഗം മരം മുറിച്ചു നീക്കുകയോ ശിഖരങ്ങൾ വെട്ടി നീക്കുകയോ വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പൊതുപ്രവർത്തകർക്ക് നേരെ ക്രൂരമർദ്ദനം നടത്തുന്ന പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭാ കവാടത്തിൽ സത്യഗ്രഹം നടത്തുന്ന UDF MLA-മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. നെല്ലായി സെന്ററിൽ നിന്നും നടത്തിയ പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി പള്ളി ജംഗ്ഷനിൽ അവസാനിച്ചു. സമാപന സമ്മേളനം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KN രാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് KS ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറിമാരായ നാരായണൻകുട്ടി, നന്ദകുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് NS ശിവരാമൻ, MA ജോൺസൺ എന്നിവർ നേതൃത്വം നൽകും. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭാ കവാടത്തിൽ UDF MLA-മാരുടെ സത്യഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അളഗപ്പനഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ പ്രകടനം നടത്തി.
ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. പ്രിൻസൻ തയ്യാലക്കൽ, ചന്ദ്രൻ പുലിയെടുത്ത്, കെ ഹരിദാസ്, ഓസ്റ്റിൻ തെക്കുംപുറം, ഒ വിജയൻ, പിന്റോ മഞ്ഞളി, ജോസ് പ്രകാശ്, ടിജോ കിഴക്കൂടൻ, പ്രിൻസ് അരിപ്പാരത്തുകാരൻ, റോസ്മേരി ജെയിംസ്, വനജ വിജയൻ എന്നിവർ പ്രസംഗിച്ചു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിൽ പ്രതിപക്ഷ MLA-മാർ നടത്തുന്ന സത്യഗ്രഹം സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. വിൽസൺ ആറ്റുപുറം മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, മോഹനൻ തൊഴൂക്കാട്ട്, ജിഷ ഡേവിസ്, അനു പനങ്കൂടൻ, നെവിൻ വടക്കേത്തല, ലിസി ജോൺസൺ, ഗീത കാവല്ലൂർ, റോസി ജോണി നമ്പാടൻ, മാലതി അവണാളി എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MV മണികണ്ഠൻ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PN വിഷ്ണു അധ്യക്ഷത വഹിച്ചു. PK ശിവരാമൻ, KJ ഡിക്സൺ, PK വിനോദ്, സോജൻ ജോസഫ്, ആദിത്യ, അർജുൻ ഗോപി, ബ്ലോക്ക് സെക്രട്ടറി PD നെൽസൺ, KR രാഹുൽ എന്നിവർ പ്രസംഗിച്ചു. കൊടകര പുത്തൂക്കാവ് ദേവീ ക്ഷേത്രത്തിൽ ഈ മാസം 21 മുതൽ 29 വരെ ദേവി ഭാഗവത നവാഹ യജ്ഞം നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വാമി പള്ളിപ്പാട് ശിവദാസൻ മുഖ്യ ആചാര്യനായുള്ള യജ്ഞം 20 വൈകുന്നേരം 5:30 തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി, അഴകത്ത് ഹരീഷ് കുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ MLV നായർ, KS സുനിൽകുമാർ, വേണുഗോപാൽ തച്ചിഞ്ചേരി, C രാജീവ് എന്നിവർ പങ്കെടുത്തു. ഒരു നല്ല വാക്കെങ്കിലും പറയുമെന്ന പ്രതീക്ഷയിലാണ് അവിടെ ചെന്നതെന്ന് സുരേഷ് ഗോപി തിരസ്കരിച്ച ആനന്ദവല്ലി. തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നപ്പോൾ പറഞ്ഞിരുന്നു കരുവന്നൂരിലെ പണം വാങ്ങി നൽകുമെന്ന്. അത് പ്രതീക്ഷിച്ചാണ് അവിടെ ചെന്നത്. മറുപടി കേട്ടപ്പോൾ വലിയ സങ്കടമായെന്നും ആനന്ദവല്ലി പറഞ്ഞു. 1.25 ലക്ഷം രൂപയാണ് സഹകരണ സംഘത്തിൽ നിന്ന് കിട്ടാനുള്ളത്. ചികിത്സാ ചെലവിന് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. സഹകരണ സംഘക്കാർ പറ്റിച്ച പണമാണെന്നും ആനന്ദവല്ലി പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആനന്ദവല്ലി പ്രതികരിച്ചത്. സഹകരണ സംഘക്കാരും സുരേഷ് ഗോപിയും സഹായിച്ചില്ല. മാസം മരുന്ന് വാങ്ങാൻ ഒരു 10,000 രൂപ വെച്ചെങ്കിലും തന്നാൽ ജീവിതം മുന്നോട്ട് പോകുമായിരുന്നു. ചെറുപ്പം തൊട്ടേ സിനിമയിലൊക്കെ കണ്ടുവന്ന ആളായിരുന്നു സുരേഷ് ഗോപി. ആ പ്രതീക്ഷയിലാണ് ഇന്നലെ പോയി കണ്ടത്. മുഖ്യമന്ത്രിയെ പോയി കാണാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എവിടെ പോയി കാണാനാണെന്നും ആനന്ദവല്ലി പ്രതികരിച്ചു. ഇരിങ്ങാലക്കുടയിൽ നടന്ന പരിപാടിക്കിടെ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വയോധിക ചോദിച്ച ചോദ്യത്തിന് മന്ത്രി നൽകിയ മറുപടിയാണ് വിവാദത്തിന് ഇടയാക്കിയത്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാൻ സഹായിക്കുമോ എന്നായിരുന്നു വയോധികയുടെ ചോദ്യം. അതിന് മുഖ്യമന്ത്രിയെ സമീപിക്കാനായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ മറുപടി. എന്നാൽ മുഖ്യമന്ത്രിയെ തേടി തനിക്ക് പോകാൻ കഴിയില്ലെന്ന് വയോധിക പറഞ്ഞതോടെ എന്നാൽ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന് സുരേഷ് ഗോപി പരിഹാസത്തോടെ പ്രതികരിച്ചു. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചതായി TN പ്രതാപൻ. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി 3-ലാണ് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. അന്യായം കോടതി ഫയലിൽ സ്വീകരിച്ചതായും പ്രതാപൻ പറഞ്ഞു. സുരേഷ് ഗോപിയും കുടുംബവും നിയമവിരുദ്ധമായി വോട്ട് ചേർത്തു എന്നാരോപിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന എല്ലാ രേഖകളും പോലീസ് ഇലക്ഷൻ കമ്മീഷൻ മുഖാന്തരം വാങ്ങി കോടതിയിൽ ഹാജരാക്കി ഈ വ്യാജരേഖകൾ അടിസ്ഥാനത്തിലുള്ള വോട്ട് ചേർത്തിയത് പേരിൽ FIR ഇട്ട് കേസെടുക്കണം. അത് കേസെടുക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന എല്ലാ പുതുക്കാട് തെക്കേത്തുറവിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി ഊട്ടുപാത്രങ്ങൾ മോഷ്ടിച്ച നാടോടി സ്ത്രീയെ നാട്ടുകാർ പിടികൂടി. തെക്കേത്തുറവ് നീലങ്കാവിൽ ഔസേപ്പിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ടെറസിന്റെ മുകളിൽ സൂക്ഷിച്ചിരുന്ന പാത്രങ്ങൾ ചാക്കിലാക്കി കൊണ്ടുപോകുന്നത് കണ്ട ഔസേപ്പ് സ്ത്രീയെ തടയാൻ ശ്രമിച്ചെങ്കിലും ഔസേപ്പിനെ തട്ടിമാറ്റി ഇവർ രക്ഷപ്പെടുകയായിരുന്നു.
ഔസേപ്പ് ഒച്ചവെച്ചതോടെ ഓടിക്കൂടിയ നാട്ടുകാർ സ്ത്രീയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പ്രദേശത്തെ വയോധികർ മാത്രമുള്ളതും ആളില്ലാത്ത വീടുകളും കേന്ദ്രീകരിച്ച് സംഘങ്ങളായി എത്തുന്ന നാടോടി സ്ത്രീകൾ മോഷണം നടത്തുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്തിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന സമേതം പരിപാടിയുടെ ഭാഗമായി കഥാ കവിതാ കൂട്ടം എന്ന പരിപാടിയുടെ ശില്പശാല കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ ആരംഭിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ 5 വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന ഈ ശില്പശാല തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കഥ, കവിത എന്നിവയിൽ കുട്ടികളിൽ താൽപര്യമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ഈ പരിപാടിയിൽ പ്രഗത്ഭരായ വ്യക്തികളാണ് ക്ലാസുകൾ നയിക്കുന്നത്. വ്യാഴാഴ്ച നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിഷ ഡേവിസ്, പ്രധാന അധ്യാപിക K. രമ, സ്കൂൾ മാനേജർ TA വിൽസൺ, PTA പ്രസിഡന്റ് കിഷോർ, അധ്യാപിക രാജിക എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച ശില്പശാല സമാപിക്കും. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ സഹപാഠിയെ സഹായിക്കാൻ കുട്ടികൾ ചേർന്ന് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുത്തു. ഓണത്തിന് മുൻപ് വിളവെടുപ്പ് നടക്കുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ നീണ്ടുനിന്ന മഴ മൂലം വിളവെടുപ്പ് ഓണത്തിന് ശേഷമാണ് നടത്താൻ സാധിച്ചത്. വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് കുട്ടികൾ മറ്റു മാർഗങ്ങളിലൂടെ ധനസമാഹരണം നടത്തി കൂട്ടുകാരനെ സഹായിച്ചു. കഷ്ടപ്പെട്ട് വളർത്തിയ ചെണ്ടുമല്ലിപ്പൂക്കൾ കഴിഞ്ഞ വർഷത്തെപ്പോലെ വിൽക്കാൻ കഴിഞ്ഞില്ലെന്ന വിഷമം കുട്ടികൾ പങ്കുവച്ചു. എങ്കിലും വിദ്യാലയത്തിൽ കണ്ണിന് കുളിർമയോടെ പൂത്തു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ എല്ലാവരെയും ആഹ്ലാദത്തിലാക്കി. പഠിക്കുന്ന പാഠഭാഗത്തിന്റെ രചയിതാവുമായി സംവദിക്കാൻ കഴിഞ്ഞത് ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. 7ാം ക്ലാസ്സിലെ കേരള പാഠാവലി പുസ്തകത്തിലെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗത്തിന്റെ രചയിതാവായ NA നസീറുമായിട്ടാണ് കുട്ടികൾ സംവദിച്ചത്. വൈൽഡ് ഫോട്ടോഗ്രാഫറും ആയോധനകലാ പരിശീലകനുമായ NA നസീർ തന്റെ വനയാത്രകളും അനുഭവങ്ങളും ചിത്രങ്ങളും കുട്ടികളുമായി പങ്കുവച്ചു. പാഠപുസ്തകത്തിലെ രചയിതാവിനെ നേരിട്ട് പരിചയപ്പെടാനും സംവദിക്കാനും കഴിഞ്ഞത് കുട്ടികൾക്ക് പുതിയൊരു അനുഭവമാണ് സമ്മാനിച്ചത്. NA നസീറിന്റെ പുസ്തകമായ കാടറിയാൻ ഒരു യാത്ര എന്ന പുസ്തകം ലേഖകൻ വിദ്യാർത്ഥി ശ്രേയയ്ക്ക് കൈമാറി. ടീച്ചർ ഇൻചാർജ് PL സ്മിത, അധ്യാപകരായ ജസൻ തോമസ്, ഷേലി J. മേനാച്ചേരി എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്കായി പ്രകൃതിയോട് ചേർന്ന് പഠിക്കാനും കളിക്കാനും കഴിയുന്ന മനോഹരമായ അന്തരീക്ഷം ഒരുക്കി വരന്തരപ്പള്ളി ലോഡ്സ് അക്കാദമി മാതൃകയായി. സ്കൂളിൽ നടന്ന ബാംബു ഡേ കുട്ടികൾക്ക് പ്രകൃതിയോട് ചേർന്നുള്ള ആഘോഷമായിരുന്നു. സ്കൂൾ പരിസരത്തിലെ ബാംബു തോട്ടത്തിനരികെ കുട്ടികൾക്ക് പഠിക്കാനും വിശ്രമിക്കാനും സൗകര്യമൊരുക്കി പ്രകൃതിയോട് ചേർന്ന് സമയം ചെലവഴിക്കാൻ അവസരം ഒരുക്കിയിരുന്നു. ലോഡ്സ് അക്കാദമിയുടെ ഹരിത പദ്ധതിയുടെ ഭാഗമായാണ് ബാംബു, വിവിധ മരങ്ങൾ, ചെടികൾ എന്നിവ ചേർന്ന് മനോഹരമായ അന്തരീക്ഷം ഒരുക്കിയത്. കൂടാതെ കിളിക്കൂടുകൾ, ഇരിപ്പിടങ്ങൾ, കളിയിടങ്ങൾ എന്നിവ കുട്ടികൾക്ക് നവ്യാനുഭവം പകർന്നു നൽകി. കേരള ലേബർ മൂവ്മെന്റ് തയ്യൽ തൊഴിലാളി ഫോറത്തിലെ തെരഞ്ഞെടുത്ത തൊഴിലാളികൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജേസൺ കൂനംപ്ലാക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മൂളി ജോബി അധ്യക്ഷത വഹിച്ചു. അതിരൂപത ഡയറക്ടർ ഫാദർ പോൾ മാളിയമ്മാവ്, ജനറൽ സെക്രട്ടറി ബേബി വാഴക്കാല, UTA കൺവീനർ ഷാജു ആന്റണി, ഫ്രഞ്ചി ആന്റണി, ബിജു ചെറയത്ത്, ബേബി ഡേവിസ്, ലിസി ബാബു, ഷാജു എളവള്ളി, ജോയ് മാളിയക്കൽ, മോളി വർഗീസ്, ആൻഡ്രൂസ് ജോൺ എന്നിവർ സന്നിഹിതരായിരുന്നു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പ്രീ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം സൈക്കോളജിസ്റ്റും ഫാമിലി കൗൺസിലറുമായ ഫാദർ അലക്സ് മരോട്ടിക്കൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ജോജോ ചാക്കോര്യ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജാക്സൺ തെക്കേക്കര, അസംഷൻ പ്രീ പ്രൈമറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷീന മേമന, സ്കൂൾ സ്റ്റാഫ് ലിനി, സ്റ്റാഫ് സെക്രട്ടറി നിഷ എന്നിവർ സംസാരിച്ചു. തലൂർ സ്വദേശിനിയായ 11 വയസ്സുകാരി കാരൻ ഏണസ്റ്റ് റോഡ്രിഗ്സിനെ മിസ് ടീൻ ചാർമെറ്റ് ഇന്ത്യ 2026 തെരഞ്ഞെടുത്തു. ഡൽഹിയിൽ നടന്ന മിസ് ആൻഡ് മിസിസ് യൂണിവേഴ്സൽ ഇന്ത്യ 2025 മത്സരത്തിലാണ് കാരന്റെ കിരീടധാരണം നടന്നത്. വരാനിരിക്കുന്ന 2026 അന്താരാഷ്ട്ര തലത്തിലുള്ള മത്സരത്തിൽ ഫ്രാൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന വലിയൊരു അവസരം കാരന് ലഭിച്ചിട്ടുണ്ട്. മണ്ണുത്തി കൈലാസനാഥ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാരൻ ഏണസ്റ്റ്. മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം
കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് സന്യാസിമാർ നയിക്കുന്ന ധർമ്മസന്ദേശ യാത്രയുടെ ഭാഗമായി കൊടകരയിൽ സനാതന ധർമ്മ സദസ്സ് സംഘടിപ്പിച്ചു. സനാതന ധർമ്മ സദസ്സ് മാർഗദർശക മണ്ഡൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ സ്വാമി അയ്യപ്പദാസ്, തൃശൂർ ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സ്വാമി നന്ദാത്മജ, അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി വേദാമൃതപുരി, വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ സ്വാമി ശുദ്ധവിഗ്രഹാനന്ദ തീർത്ഥപാദർ, MV മധുസൂദനൻ, സത്യൻ കുറുവത്ത് എന്നിവർ പ്രസംഗിച്ചു. ഇനി കാണാം ഇൻഫോടോക്ക്. ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്ക. കറികൾക്ക് രുചിയും മണവും ഒക്കെ കിട്ടുന്നതിന് ജാതിക്ക ഉപയോഗിക്കാറുണ്ട്. ജാതിക്കയുടെ പുറംതോട്, ജാതിപത്രി, ജാതിക്ക കുരു ഇതിനെല്ലാം ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഉണ്ട്. റിപ്പോർട്ടിലേക്ക്. ജാതിക്കയിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ജാതിക്ക തൈലം വേദന സംഹാരിയാണ്. ക്യാൻസർ തടയാനും ഈ തൈലം സഹായിക്കും. കോളൻ ക്യാൻസർ തടയാൻ ജാതിക്കയ്ക്ക് കഴിയുമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. സന്ധികളുടെയും പേശികളുടെയും വേദനയെ ചികിത്സിക്കാൻ ജാതിക്ക ഉപയോഗപ്രദമാണ്. നീർവീക്കം, സന്ധിവേദന, പേശിവേദന, വ്രണങ്ങൾ എന്നിവയെ ചികിത്സിക്കാനും ജാതിക്ക ഉപയോഗിച്ചു വരുന്നു. മറ്റൊന്ന്, ജാതിക്ക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഉറങ്ങുന്നതിന് മുൻപ് 1 ഗ്ലാസ് ചെറു ചൂടുള്ള പാലിൽ 1 നുള്ള ജാതിക്ക ചേർത്ത് കുടിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കുന്നതിന് സഹായിക്കുന്നു. വയറിളക്കം, മലബന്ധം, ഗ്യാസ് തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾക്ക് മികച്ചൊരു പരിഹാരമാണ് ജാതിക്ക. ജാതിക്കയിലെ നാരുകൾ മലവിസർജനത്തെ സഹായിക്കും. 100 ജാതിക്കയിൽ 2.9 ഗ്രാം മാംഗനീസ് അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. മസ്തിഷ്കത്തിലെ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ് ജാതിക്ക. വിഷാദവും ഉത്കണ്ഠയും ചികിത്സിക്കുന്നതിനുള്ള ഫലപ്രദമായ ഘടകമായി ഇത് അറിയപ്പെടുന്നു. വിഷാദ ലക്ഷണങ്ങളെ അകറ്റാൻ ജാതിക്ക സഹായിക്കുന്നു. സെറാട്ടോണിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനം കൂട്ടുക വഴിയാണിത്. ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ഗുണങ്ങളുള്ള ജാതിക്ക മുഖക്കുരു അകറ്റാനും സഹായിക്കുന്നു. അനാരോഗ്യകരമായ ജീവിതശൈലിയും തെറ്റായ ഭക്ഷണക്രമവും അവയവങ്ങളിൽ വിഷാംശം വർദ്ധിപ്പിക്കും. ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും കരളിൽ നിന്നും വൃക്കകളിൽ നിന്നും വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും ജാതിക്ക സഹായിക്കുന്നു. ഇതിലെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളതിനാൽ വായ്നാറ്റത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളെ വായിൽ നിന്ന് നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,190 രൂപ, പവന് 81,520 രൂപ. മണ്ണമ്പേട്ട കണ്ണമ്പുഴ പൊട്ടത്തുപറമ്പിൽ ജോസഫ് അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേരിയാണ് ഭാര്യ. ആൽവിൻ, മെൽവിൻ, ജോൺവിൻ എന്നിവർ മക്കളും ജോമോൾ, ഷിഫിയ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ കോട്ടായി കോത്തൂര് രവീന്ദ്രൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഓമനയാണ് ഭാര്യ. രമ്യ, ധന്യ, ധനേഷ് എന്നിവർ മക്കളാണ്. തൊട്ടിപ്പാൾ പള്ളം പുതുപ്പള്ളി ചന്ദ്രശേഖരൻ അന്തരിച്ചു. സംസ്കാരം നടത്തി. പരേതയായ മണിയാണ് ഭാര്യ. പ്രകാശൻ, ഉഷ, ഗീത എന്നിവർ മക്കളും ബാബു, പ്രസാദ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് നിർത്തിവെച്ചിരുന്ന പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞത് തുടരുമെന്ന് ഹൈക്കോടതി. കൊടകര പഞ്ചായത്തിലെ ചിറക്കളയിൽ അംഗനവാടിക്കരികെ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ മരം. പൊതുപ്രവർത്തകർക്ക് നേരെ ക്രൂരമർദ്ദനം നടത്തുന്ന പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമ്പല്ലൂരിലും പറപ്പൂക്കരയിലും കോൺഗ്രസിന്റെ പ്രതിഷേധ ജ്വാല.
ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MB മണികണ്ഠൻ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിൽ ഈ മാസം 21 മുതൽ 29 വരെ ദേവി ഭാഗവത നവാഹ യജ്ഞം നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചതായി TN പ്രതാപൻ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.